അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗ്രഹീതമായ റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ 10 പ്രവേശിക്കുകയാണ് ഓരോ മുസ്ലിങ്ങളുടെ ജീവിതവും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടി നമ്മുടെ ജീവിതം അനശ്വര സൗഭാഗ്യത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നീങ്ങുകയാണ്. ആ ദിവസങ്ങളിൽ ജീവിക്കാനും അമലുകൾ ചെയ്യുവാനും നമുക്ക് ആയുസ്സും ആരോഗ്യവും നീട്ടിത്തരുന്ന സർവശക്തനായ റബ്ബിനെ നമ്മൾ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചത് പ്രകാരം ഈ ലോകത്തിലെ ദിനരാത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മുടെ ആയുസ് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളുടെ, പകലുകളുടെ, രാത്രികളുടെ മഹത്വത്തെ മനസ്സിലാക്കാതെ പോകുന്നവൻ ലോകത്തിലെ ഏറ്റവും വിഡ്ഢിയായ മനുഷ്യനായിട്ട് വിശേഷിപ്പിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളെ, റമദാനിലെ ബാക്കിയാവുന്ന ദിവസങ്ങളെ ഏറ്റവും ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ഉപയോഗപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരി. ഒരു വർഷത്തിലെ മറ്റേതു ദിവസങ്ങളിലും പ്രവാചകൻ ആരാധനകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിലേറെ, റമദാനിലെ മറ്റേതു ദിവസങ്ങളിലും പ്രവാചകൻ ആരാധനകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിലേറെ റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രവാചകൻ ആരാധനകൾക്ക് വേണ്ടി അധ്വാനിക്കാറുണ്ടായിരുന്നു, കഠിനമായി പ്രയത്നിക്കാറുണ്ടായിരുന്നു. ഒരാരാധനാകർമ്മവും നഷ്ടപ്പെടുത്താതെ എല്ലാം ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പത്നിയുടെ മറ്റൊരു വാക്കുകൂടി ശ്രദ്ധിക്കുക. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ശദ്ദ മിഅ്സറഹു, പ്രവാചകൻ തൻ്റെ അരമുറുക്കി ഉടുക്കും. ഒരു പ്രത്യേകമായ കാര്യത്തിലേക്ക് ശ്രദ്ധയോടുകൂടി നമ്മൾ ഇറങ്ങുമ്പോൾ ചെയ്യുന്ന ഒന്നാമത്തെ പ്രക്രിയയാണത്. അരമുറുക്കി ഉടുത്തു എന്ന് പറഞ്ഞാൽ ആ കാര്യം നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധയോടുകൂടി തുനിഞ്ഞിറങ്ങി എന്നാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അവസാനത്തെ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ എല്ലാ നിലക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരമുറുക്കി ഇറങ്ങുമായിരുന്നു. രണ്ടാമത്തേത് വഅഹ്യാ ലൈലഹു, റമദാനിൻ്റെ അവസാനത്തെ നാളുകളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അതിൻ്റെ രാത്രികളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രികളിൽ മുഴുവനും ഉണർന്നിരുന്നു. അഥവാ അവസാനത്തെ 10 രാത്രികളെ പ്രവാചകൻ ജീവിപ്പിച്ചു. മൂന്നാമത്തേത് വഅയ്ഖള അഹ്ലഹു, സ്വർഗത്തിലേക്കുള്ള തൻ്റെ സഞ്ചാരത്തിൽ ഒറ്റക്കു യാത്ര ചെയ്യാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരെയും മക്കളെയും വിളിച്ചുണർത്തി ആ രാത്രികളിൽ പ്രവാചകൻ്റെ കൂടെ ആരാധനകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പ്രവാചകൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളെ സാധാരണ ദിവസങ്ങളായി കാണാതെ ആരാധനകൾക്ക് വേണ്ടിയും പാപമോചനങ്ങൾക്ക് വേണ്ടിയും ആ ദിവസത്തെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഷോപ്പിങ്ങുകളും പെരുന്നാളാഘോഷത്തിൻ്റെ തിരക്കുകളും ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തരുത് എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ശരിയായ രൂപം അറിയണമെങ്കിൽ പ്രവാചക പത്നിയുടെ ഈ ഒരു വാക്കുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ സൗജി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യഅ്തകിഫു അൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒന്നാമത്തെ റമദാൻ മുതൽ പ്രവാചകന്റെ ജീവിതം അവസാനിക്കുന്ന, അള്ളാഹു പ്രവാചകനെ മരിപ്പിക്കുന്ന അവസാനത്തെ റമദാൻ മാസം വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദി,
പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരും ആ ഇഅ്തികാഫ് അവസാനത്തെ 10 തുടരാറുണ്ടായിരുന്നു എന്നാണ് പ്രവാചക പത്നി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേക നിയ്യത്തോടുകൂടി പള്ളികളിൽ പ്രവേശിക്കുകയും ആ പള്ളികളിൽ നിന്ന് പുറത്തു പോകാതെ ആരാധനാകർമ്മങ്ങളും ദിക്റുകളും ദുആകളുമായി ആ പള്ളിയിൽ തന്നെ ചെലവഴിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിലെ ഏറ്റവും മനോഹരമായ ആരാധനാകർമ്മമാണ് ഇഅ്തികാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ റമദാനുകളുടെ അവസാന ദിവസങ്ങളൊക്കെയും ഇഅ്തികാഫിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്. പ്രവാചകൻ മരണപ്പെടുന്ന വർഷത്തിലെ അവസാനത്തെ റമദാനിൽ 20 ദിവസം അദ്ദേഹം ഇഅ്തികാഫിലിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവസാനത്തെ 10 പ്രവാചകൻ ദാനധർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാറുണ്ടായിരുന്നു. ജിബ്രീലിനെ കണ്ടുമുട്ടുന്ന രാത്രികളിലൊക്കെയും പ്രവാചകൻ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ പ്രവാചകൻ സമ്പന്നനായിരുന്നില്ല. പ്രവാചകന്റെ കയ്യിൽ എമ്പാടും പണമുണ്ടായിരുന്നില്ല. എന്നിട്ടും ഉള്ളതുകൊണ്ട് പ്രവാചകൻ മനോഹരമായി ദാനം ചെയ്തു. റമദാനിൻ്റെ അവസാനത്തെ നാളുകൾ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് എന്നുകൂടി ഓർക്കുക. ഈ റമദാനിലെ വിശുദ്ധമായ ദിനരാത്രങ്ങളെ, പ്രത്യേകിച്ച് ഈ രാത്രികളിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അതിസമ്പന്നമായ ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാത്രിയെയും ജീവിതത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.